ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. നമ്മൾ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസ് ബയോളജിയാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായ ടോപ്പിക്സ് ഞാൻ പറയുന്നില്ല, നമുക്ക് ടൈം പോകും. കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ പറയൽ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ലൈറ്റിൽ DNA ആൻഡ് RNA എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ബാക്ടീരിയയാണ് വരുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. Lately, DNA and RNA sequence analysis demonstrated that there actually are two major groups of prokaryotes, the bacteria and archaea. Lately, DNA and RNA sequence analysis demonstrated that there actually are two major groups of prokaryotes, the bacteria and archaea. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാക്ടീരിയ. Having appeared about 3,500 million years ago, bacteria is one of the oldest and smallest group of organisms with cellular length ranging from 0.1 to 10 um and possessing an average diameter of about 1 um. Found in soil, dust, water, airing and on plants and animals. Most bacteria are enclosed by a tough protective layer called cell wall. Some species are enclosed by a capsule, a slimy layer, making the wall resistant to destructive chemicals. All bacteria have a cell membrane, an elastic bag-like structure just inside the cell wall. So, small molecules of food enter the cell through pores in this membrane, but larger molecules cannot pass through. Inside the membrane is cytoplasm, a jelly-like substance containing chemicals called enzymes, required for food breakdown and building cell parts. These cells also contain DNA, vital for growth, reproduction and other activities. It forms an area of the cytoplasm called nuclear body. Other parts of bacterial cell structure are mesosomes, unfoldings of cell surface membrane, ribosomes, sites for protein synthesis, pilus, numerous fine protein, rods concerned with attachment to specific cells or surfaces, plasmids, small self-replicating circles of extra DNA, processing a few genes that give extra survival and flagellum. The tail-like structure enabling movement of bacteria cells. ബാക്ടീരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല, അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച പറയുന്നുള്ളൂ. നിങ്ങൾ ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് പറയുന്നത് ഒരു പിക്ചറാണ്. പിക്ചർ ഒരു ഫിഗർ. മൊണീറ ബാക്ടീരിയ സ്മോളസ്റ്റ് സെൽസ് നോൺ ഹാവ് എ സെൽ വാൾ, may have spores, no nuclear membrane, some have flagella. Examples: Bacilli, Coccus, Spirilla. Spelling mistake ആണ്, ദയവായി ക്ഷമിക്കുക. Cyanobacteria ബ്രാക്കറ്റിൽ blue green algae. Cells larger than bacteria, contains chlorophyll too, but not in chloroplasts. Carry on photosynthesis. Examples: Nosto,
ഓസിലാറ്റോറിയ. ഒരു പ്രത്യേകതരം വേർഡ്സ് ആണ്, ടഫ് വേർഡ്സ് ആണ്. ദയവായിട്ട് ക്ഷമിക്കുക, തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ്സും കാര്യങ്ങളും തന്നെയാണ് അതിന്റെ പിന്നിലുള്ള കാരണം. ഇത് തന്നെ കണ്ടില്ലേ, സൈനോബാക്ടീരിയ ബ്രാക്കറ്റിൽ ബ്ലൂ ഗ്രീൻ ഓൾഗെ cells larger than bacteria contains chlorophyll too but not in chloroplasts carry on photosynthesis. Examples nosto oscillatoria. ഒരു പ്രത്യേകതരം വേർഡ്സ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പറയുന്നത്. ഭയങ്കര ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇതുവരെ കേൾക്കാത്ത വേർഡ്സ് അല്ലേ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകണമെന്നുള്ളൂ. പിന്നെ തെറ്റ് വരാനും സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ ദയവേത് ശ്രദ്ധിച്ച് നോക്കി പോകണം. ഈ ബുക്കിന് നല്ല പ്രത്യേകത ഉണ്ട് CSATയുടെ. എന്താ പറയുക, ഇതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ഏകദേശം തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടെന്ന് തന്നെ പറയാം ബുക്കിൽ. നമ്മൾ പരമാവധി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ നോക്കും. ബാക്കിയൊക്കെ എന്താ പറയാ, നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ സഹകരണമാണ് ദയവായിട്ടുള്ളത്, പ്രതീക്ഷിക്കുന്നു. കാരണം ചില വേർഡ്സുകളൊക്കെ ഇതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലൊക്കെ പ്രൊണൗൺസ് ചെയ്യേണ്ട അവസ്ഥയാണ്. CSATയുടെ എക്സാം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു അംശം തെറ്റുപോലും സംഭവിക്കരുത്, എന്നാലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് തന്നെ പറയാം. പരമാവധി നമ്മൾ നല്ലതായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ. Most bacteria are usually destroyed at high temperature. The harmful species in milk can be killed by maintaining 62 degrees Celsius bracket 143 degree F temperature for 30 min. The process called as pasteurization. However, flash pasteurization is commonly in use nowadays, where 71 degrees Celsius bracket 160 degree F temperature is maintained for 50 S. Most non-spore forming bacteria are destroyed by boiling water and can be killed by various disinfectants. Antiseptics too may be used to inhibit their growth. Among the most effective disinfectants are phenol bracket carbolic acid, chlorine gas bracket drinking water is treated with chlorine to render it safe bracket bichloride of mercury bracket and other mercury containing compounds and alcohol bracket in a 50-70% solution. The above chemicals, however, are poisonous for humans if taken internally. Antibiotics produced by living organisms bracket usually bacteria and molds are used internally to control the growth of bacteria or destroying them. Antimicrobial agents are natural or artificial chemicals having the same use. Antibiotics produced by living organisms bracket usually bacteria and molds are used internally to control the growth of bacteria or destroying them. Antimicrobial agents are natural or artificial chemicals having the same use. ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ നമുക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു. പറ്റാന്ന് പോലെ പറഞ്ഞിട്ടുണ്ട്. ഒരാശയം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ, ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതിലധികം ടഫായിട്ടുള്ള വേർഡ്സ് വരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഇൻ ബാക്ടീരിയോളജി. Bacteriology, the study of bacteria, is an important branch of microbiology. A Dutch microscope maker Antony van Leeuwenhoek was the first person who systematically studied bacteria in the 7th century. His work set the stage for later researchers, including French biologist Louis Pasteur, who showed microbes did not arise from non-living matter, and German scientist Robert Koch, who highlighted the fact that bacteria could cause diseases. In the 9th century, Russian soil scientist Sergei
Vinogradsky described important energy-yielding metabolic reactions in bacteria and discovered many anaerobic microorganisms. But it was in the 1940 is that American scientist Salman Waxman discovered a wide range of soil bacteria that produce antibiotics. Bacteria were till then else for photosynthetic cyanobacteria. A group of algae considered as microscopic fungi called schizomycetes. It was only with the study of detailed cell structure that it was realized that formed fundamental group separated from other organisms. In 1956, Copeland gave them their own kingdom, Mycota, later named Monera, Prokaryota or bacteria. Few years later, in the 1960s, the concept was redefined and bacteria, bracketed now including cyanobacteria, were recognized as one of the two major divisions of the living world, together with the eukaryotes, which were believed to have evolved from bacteria and later from assemblies of bacteria. The advent of molecular synthesis, however, challenged this view. In 1977, was divided prokaryotes into two groups, eubacteria and archaeobacteria. He argued each of these, along with eukaryotes, involved separately, and in 1990, he emphasized on this by promoting them to domains, renamed as bacteria, archaea, and eukarya. Historical development in bacteriology നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Plasmids ആണ് ഇനി പറയാനുള്ളത്. Plasmids found in certain bacteria. Plasmids are tiny pieces of DNA generally carrying non-essential bacterial genes. Some plasmids are resistant to antibiotics. The cause behind which remains yet to be known. Even plasmids, plasmids found in certain bacteria. Plasmids are tiny pieces of DNA generally carrying non-essential bacterial genes. Some plasmids are resistant to antibiotics. The cause behind which remains yet to be known. Even plasmids in the balance ഭാഗമാണ്. As experts blame the overuse of antibiotics for the plasmids acquiring extra DNA controlling resistance. Plasmids ഒരിക്കൽ കൂടി പറയാം. Plasmids നമ്മൾ 1-2 പ്രാവശ്യം കൂടുതൽ വായിക്കാണ്ട്. ഇതിന്റെ എന്താ പറയാ, വേറെ ഭാഗത്തൊക്കെ ആയിട്ട് പ്ലാസ്മിഡ്സിന്റെ ബാലൻസ് ഭാഗം കിടക്കുന്നത്, അതുകൊണ്ട് വായിച്ചു പോയതാണ്. Plasmids found in certain bacteria. Plasmids are tiny pieces of DNA generally carrying non-essential bacterial genes. Some plasmids are resistant to antibiotics, the cause behind which remains yet to be known. Even as experts blame the overuse of antibiotics for the plasmids acquiring extra DNA controlling resistance. Plasmids മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ടീരിയ. A helpful bacteria living in the intestines of human beings and animals. Certain bacteria facilitate digestion and vitamin production. Then bacteria found in soil water play an important role in the recycling of carbon, nitrogen, sulfur and other chemical elements used by living beings. Many of them help decompose dead organisms and animal waste into chemical elements, while others help change chemical elements into forms usable by plants and animals.
The process by which bacteria convert the nitrogen present in air and soil into compounds utilizable by plants is called nitrogen cycle. Bacteria also assist in fermentation, a chemical process by which alcoholic beverages, cheese, etc. are prepared. Sewage treatment plants use them to purify water, while they also find their use in manufacturing of drugs. Sewage treatment plants use them to purify water, while they also find their use in manufacturing of drugs. B. Harmful bacteria. Only a small fraction of the thousands of bacteria species cause disease in humans by destroying healthy cells and preventing the body from functioning properly, while bacterial infection can be prevented by killing them at a certain temperature (as in sterilization and pasteurization). Still, if it does occur, antibiotics may be used. However, overuse of antibiotics in recent years has enabled the development of strains of bacteria that are resistant to antibiotics, such Mycobacterium tuberculosis, which causes tuberculosis. A list of bacterial disease in humans is given below. ഈ ഹെൽപ്ഫുൾ ബാക്ടീരിയ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എ ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസ് ഇൻ ഹ്യൂമൺ ഈസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഭാഗത്തായിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. എ ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഓർഡർ അല്ല നമുക്ക് പറയാം. അപ്പൊ ദയവേത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഈ ബുക്കിന്റെ ഒരു എന്താ പറയാ മോഡല് ഈ ഒരു രീതിയിലാണ്. ആൻസേഴ്സ് ഒക്കെ പല സൈഡുകളിലായിട്ടൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ ഉള്ള കാര്യം ആൻസേഴ്സ് എന്നല്ല, ടോപ്പിക്സ് എന്താ പറയാ ഈ ബുക്കിന്റെ ഒരു സൗകര്യപ്രദം പ്രിന്റിങ്ങിന്റെയും ഒക്കെ ഒരു സൗകര്യാർത്ഥം ഓർഡർ അത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ രീതിയിലല്ല. അപ്പൊ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ക്ലാസ് എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. നമ്മൾ ബുക്കിനെ കുറ്റപ്പെടുത്തിയതല്ല. ഇപ്പൊ ഈ ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസ് ഇൻ ഹ്യൂമൻസ് ഈസ് ഗിവൺ ബിലോ എന്നുള്ള നമുക്ക് പിന്നെ വായിക്കാൻ പറ്റുള്ളൂ. അത് വേറെ അതായത് ഇതൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് തുടങ്ങുന്നതാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അല്ലാണ്ട് താഴെ കൊടുത്തേക്കുന്നത് എന്താ, എ ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസ് ഇൻ ഹ്യൂമൻസ് ഈസ് ഗിവൺ ബിലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് വേറെ കുറച്ച് നീങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മൊത്തത്തിൽ ഇനി എടുക്കാൻ പോകുന്നതും കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്നത്. എന്താ പറയാ, റിലേറ്റ് ചെയ്തല്ല കിടക്കുന്നത് ടോപ്പിക്സ് ഒക്കെ, അങ്ങനെ പറയണായിരിക്കും നല്ലത്. ഇത് സൗകര്യാർത്ഥമാണ് ഇവർ ഈ ടോപ്പിക്സ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പറക്ക നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കുക. ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസസ് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഹാർംഫുൾ ബാക്ടീരിയയുടെ താഴെയായിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ നമ്മൾ പിന്നീട് പറയും. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫിഗർ 1.3 ദ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിസീസ് എന്നുള്ളത്, ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസ് എന്നുള്ളത് പറയുന്നത്. പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ടൈം ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ അത് പിന്നീടായിരിക്കും അത് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഈ സെക്ഷനൊക്കെ ചിലപ്പോൾ പ്രധാനപ്പെട്ടതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. കറക്റ്റ് എല്ലാത്തിനും ഒരു ഓർഡറും അടുക്കും ചിട്ടയും ആവശ്യമാണ്, എന്നാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രാധാന്യം എടുത്ത് പറയുന്നത്. ഈ ബുക്കില ഇപ്പൊ ഈയിടെയായിട്ട് മിക്ക കാര്യങ്ങളും കുറച്ച് മാറി മറിഞ്ഞാണ് റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് പറയാം. ഞാനപ്പോ ഇതേ രീതിയിൽ തന്നെ പറഞ്ഞു പോകുള്ളൂ കേട്ടോ. ഇപ്പൊ ഈ ബുക്കിൽ എന്താണ് പറഞ്ഞേക്കണത്, ഇപ്പൊ ഇതിൽ താഴെ പറഞ്ഞേക്കുന്നത് ഫിഗർ 1.3 സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതാണ് പറയുന്നത്.
അപ്പൊ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചു പോവുക. കാരണം എനിക്കിത് ഇങ്ങനെ പറഞ്ഞോണ്ട് തന്നെ എനിക്ക് സൗകര്യം. ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസസ് നമ്മൾ പിന്നീട് നോക്കണതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. ഈ രീതിയിലൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ ഓർഡർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ പറയണതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. നമ്മൾ പറഞ്ഞു പോണതിൽ മിസ്റ്റേക്കുകൾ പക്ഷെ വരാൻ സാധ്യതയുണ്ട്. കാരണം ബുക്കിന്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ ഒരു സെറ്റിങ്സ് ഭയങ്കര ഡിഫറെന്റ് ആന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പറയാം ഫിഗർ 1.3 ദ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. റൈബോസോം, മെസോസം, പ്ലാസ്മിഡ്, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, സെൽ മെംബ്രെയിൻ, DNA, പീലസ്, ന്യൂക്ലിയോയിഡ്, സൈറ്റോപ്ലാസം, ഫ്ലാജെല്ലം. റൈബോസം, മെസോസം, പ്ലാസ്മിഡ്, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, സെൽ മെംബ്രെയിൻ, DNA, പൈലസ്, ന്യൂക്ലിയോയിഡ്, സൈറ്റോപ്ലാസം, ഫ്ലാജെല്ലം. ഫിഗർ 1.3 ദ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. ഇത് ഓർത്തിരിക്കുക. ഈ അടയാളപ്പെടുത്തിയേക്കുന്നതൊക്കെ ഇത് മറക്കാതിരിക്കുക. ഈ ഫിഗർ നമ്മുടെ മനസ്സിൽ എന്തായാലും കുറിച്ചിടണം. നമുക്ക് അടുത്തത് നോക്കാം. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി, ഭാഗ്യമില്ല. എന്തായാലും നമ്മൾ ഇത്തരം വരെ ക്ലാസ് എടുത്തല്ലോ, അത് മതി. അപ്പൊ ദയവേത് ക്ഷമിക്കുക ക്ലാരിറ്റി ഇല്ലാത്തതിന് ക്യാമറയ്ക്ക്. മിക്ക വീഡിയോസ് ലാസ്റ്റ് ഭാഗത്ത് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പറയാവുന്ന ടോപ്പിക്സ് പറയാം. നമ്മൾ ഇതിപ്പോ നമ്മൾ സ്ലീപ്പി മോഡിലൊക്കെ ഇട്ടേക്കായിരുന്നു, എന്നിട്ടും ഒരു കാര്യമില്ല ഫോൺ. ഇതേ അവസ്ഥ തന്നെയാണ്. ചില സമയത്ത് നമുക്ക് എന്താ പറയാ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയിരിക്കുമ്പോ ഇതുപോലത്തെ അവസ്ഥ. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, ബാക്ടീരിയൽ കൺജുഗേഷൻ. പിന്നെ ഒരുമാതിരി വേർഡ്സ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കുക. പറ്റാവുന്ന പോലെ വായിക്കണ്. ക്ലാമൈഡിയ, അൺകൺവെൻഷണൽ വൈറസസ്, ദ നേച്ചർ ഓഫ് HIV വൈറസസ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസ് എന്നുള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓൾഗൈൻ പ്രോട്ടീസ്റ്റ, പിന്നെ ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ, സൈനോബാക്ടീരിയ, വൈറസസ്. ഇതൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ പരമാവധി നമ്മൾ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസ് ബയോളജി ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ സോങ്സ് മിക്സ് ചെയ്ത് എഫക്ട്സ് എല്ലാം ചേർത്ത് എഡിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക എന്നോട്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കാം. ഒരിക്കൽ കൂടി നമ്മൾ ഓർപ്പിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ഒരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് പോലും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഈ ബുക്കിനെ കുറിച്ച് എനിക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വീഡിയോ എടുത്തപ്പോ. എന്നാൽ നമ്മൾ ഇപ്പൊ ഒരിക്കൽ കൂടി പറയാണ്. ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബുക്ക് വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ബുക്കിനെ കുറിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാല് വളരെ നല്ല ബുക്കാണ്. ബുക്കിനെ കുറിച്ച് ഞാൻ പറയാന്ന് വെച്ചു. കാര്യം ഇപ്പൊ ഇതിലെ ഓർഡറും കാര്യങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ചു വരുമ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ ബുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ റിലേറ്റഡ് ആയിട്ട് പറയുന്നത് വെച്ചാല് വളരെ നല്ല ബുക്കാന്നുള്ളതാണ്. CCTക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും.
അതുപോലെ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉള്ള ബുക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബുക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബുക്ക് മേടിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഇങ്ങനത്തെ ഒരു ബുക്ക് IAS എഴുതണമെന്ന് ഞാൻ പറയില്ല, എഴുതില്ലെങ്കിൽ പോലും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. IAS അല്ലെങ്കിൽ CSAT എന്നുള്ള രീതിയിൽ മാത്രമല്ല, CSAT എന്നുള്ള രീതിയിലും IAS എന്നുള്ള രീതിയിലും എല്ലാം കൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ബുക്ക് തന്നെയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് അല്ലാതെയും ഇത് യൂസ് ആയിരിക്കും, കാരണം ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ബുക്കിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ട് കുറെ നാളായി, ഒറ്റ വീഡിയോയിലും പറ്റാറില്ല. പിന്നെ ക്യാമറയുടെ ക്ലാരിറ്റി എന്തായാലും പോയി. എന്നാലും നമ്മൾ മൊത്തത്തിൽ ഈ ബുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയും എന്തായാലും. ഇനി പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ ടൈം അനുസരിച്ചാണ്. അപ്പോൾ കുറച്ച് സമയം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പറയാന്ന് വെച്ചത്. കാരണം ക്ലാസ് എടുക്കാൻ തന്നെ നമുക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ബുക്കിനെ കുറിച്ച് വിശദീകരിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നല്ലപോലെ ആഗ്രഹമുണ്ട്. അപ്പോൾ വളരെ എന്താ പറയാ, നല്ലൊരു മനസ്സിന്റെ ഉടമകള് എഴുതിയേക്കണ ഒരു ബുക്ക് തന്നെ നമുക്ക് പറയാം. എനിക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ തന്നെ സാധിക്കില്ല ഇതുപോലത്തെ ബുക്ക് എങ്ങനെ ചെയ്ത് ഇത്രയും മനോഹരമാക്കി എന്നുള്ളത്. അത് മനോഹരമാക്കി എന്നുള്ളത് നമുക്ക് വാക്കുകൊണ്ട് പറയാനാവില്ല. വാക്കുകൊണ്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞു നിർത്താൻ പറ്റാത്തൊരു ഒരു കാര്യം തന്നെയാണ്. ഭയങ്കര ഒരു മഹാത്ഭുതം തന്നെ എന്ന് പറയാം ഈ ബുക്ക്. എനിക്കിപ്പോ ഇത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബുക്കിനെ കുറിച്ച് പറയേണ്ടി വരും. ഇപ്പൊ പറഞ്ഞു തുടങ്ങിയാലൊന്നും തീരില്ല. ഒരു 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടും നമുക്ക് ഈ ബുക്കിനെ കുറിച്ച് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അത്രയും നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ഏറ്റവും പെർഫെക്റ്റ്, ഏറ്റവും ഡെഡിക്കേറ്റഡ്, ഏറ്റവും എന്താ പറയാ ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മള് A+ എന്നുള്ള ഒരു ലേബിൾ ശരിക്കും ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് പറയാറുള്ളത്. A+ ഒന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളും ഒരുപാട് മുകളിൽ തന്നെയാണ് ബുക്കിന്റെ സ്ഥാനം. നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ടൊന്നും എടുത്താൽ ശരിക്കും താങ്ങില്ല, അത്രയ്ക്കും വെയിറ്റ് ആണ്. വെയിറ്റിൽ മാത്രമല്ല, വെയിറ്റിനേക്കാളും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അറിവുകളെ കുറിച്ചാണ്. ഹൈ സ്റ്റാൻഡേർഡ് ആണ്. ഹൈ സ്റ്റാൻഡേർഡ് എന്ന് പറയാവുന്നതിനേക്കാൾ അപ്പുറത്ത് പറയാം. കാരണം അത്രയ്ക്കും ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാലോ, ഞാൻ എപ്പോഴും ദയവേത് ക്ഷമിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അത്രയും ടഫ് വേർഡ്സ് ഒക്കെയാണ് കുറെ ഭാഗത്തൊക്കെ വരുന്നത്. അപ്പൊ പിന്നെ യൂട്യൂബ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ബുക്കും, അതുപോലെ തന്നെ CSAT എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് IAS എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് കഴിവ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചാലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നു പറയാം. എന്ന് വെച്ചാൽ അത്രയ്ക്കും നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിന് തന്നെ സന്തോഷം കിട്ടണം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ബുക്കിനെ കുറിച്ച് പറയാനെന്നുള്ളത്. നമുക്ക് അത്രയും നമ്മുടെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം കിട്ടുന്നത് വായിച്ചു പോകുമ്പോൾ. വെറുതെ വായിച്ചാൽ തന്നെ CSAT എന്നുള്ള രീതിയിലല്ല, വെറുതെ വായിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിനൊക്കെ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് ലഭിക്കുന്നു പറയാം. ഞാൻ പൊക്കി പറയുന്നതൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ബുക്ക് വാങ്ങിക്കണം. പേഴ്സൺ CSAT മാനുവൽ ഞാൻ 2024 എന്നാണ് പറയാറുള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല, ഈ ബുക്ക് കുറെ കൂടെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടാവും എന്തായാലും ഇപ്പൊ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ. എന്തായാലും ഈ ബുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മൾ വെക്കുന്നത് എല്ലാം കൊണ്ടും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സുരക്ഷിതത്വമായിരിക്കും, സേഫ്റ്റിയും നമുക്ക് ഉണ്ടാവും. കാരണം സേഫ്റ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജീവന്റെ സേഫ്റ്റി അല്ല കേട്ടോ. നിങ്ങൾക്ക് CSAT എന്നുള്ള ഒരു ലോകത്തിലോട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും, അതുപോലെ തന്നെ സേഫ്റ്റി ആയിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ബുക്കിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക, അതുപോലെ തന്നെ വാങ്ങിക്കാൻ പരിശ്രമിക്കുക ദയവായിട്ട്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഈ ബുക്കിനെ കുറിച്ച് പറയും, ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞിട്ട് ശരിയാവില്ല, കാരണം അത്രയ്ക്ക് നല്ല ബുക്കാണ്. നിങ്ങൾ എൻ്റെ ക്ലാസ്സും നോക്കണ്ട, എൻ്റെ ക്ലാസ്സൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത്രയ്ക്കൊന്നും ഇല്ല, അത്ര സ്റ്റാൻഡേർഡും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സാധാരണ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് വീഡിയോ ഒന്നും അല്ല എൻ്റെ വീഡിയോ. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും. നമ്മൾ അങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. അല്ലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ
പറഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. കാരണം അത് നിങ്ങൾ വ്യൂവേഴ്സ്, നിങ്ങൾ കാണുന്നവർ തീരുമാനിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു സ്റ്റൈലിലുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോനെ കുറിച്ച് പറയാനും ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ബുക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബുക്കൊക്കെ എന്താ പറയാ, ഏറ്റവും ഹൈ ലെവൽ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ CSATക്ക് ചോദിക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഒരു വീഡിയോ എന്നുള്ള രീതിയിലല്ല നമ്മളത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിത് ഈ ബുക്ക് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ ഒന്നും കാണാതെ തന്നെ, ഇനി അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വീഡിയോ കാണുന്നത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ല, വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. വീഡിയോ കാണുന്നതിന് ഉപരി കാണുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ നമ്മൾ താല്പര്യപ്പെട്ട് പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഒഴിവാക്കിയിട്ട്, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. കാരണം ഞാൻ വീഡിയോ നമ്മുടെ ടൈമൊക്കെ കളഞ്ഞ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വീഡിയോ കാണാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ, അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. വീഡിയോ നമ്മൾക്ക് എന്താ പറയുക, വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കേട്ടോ. നിങ്ങൾ വേറെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കി നിങ്ങൾക്ക് എക്സാം ചെയ്താൽ അത് നിങ്ങളുടെ താല്പര്യം. ഞാൻ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ വീഡിയോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഈ ബുക്ക് വെച്ച് നിങ്ങൾ പഠിച്ച് എക്സാം ചെയ്താൽ എന്നാലും നിങ്ങൾ വിജയിച്ചിരിക്കും. അത്രയും ഞാൻ ഈ ബുക്കിന് അത്രയും ഞാൻ ഗ്യാരണ്ടി പറയാണ്. അത്രയ്ക്ക് നല്ല ബുക്കാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ഈ ബുക്കിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമ്പോൾ പിടിച്ച് കുറേ ആൾക്കാർ കമന്റ് ഇട്ട് പിന്നെ ആകെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാവുന്ന ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതുള്ളൂ, നമ്മുടെ വീഡിയോസ് ഒഴിവാക്കി നിങ്ങൾ ഈ ബുക്ക് വെച്ച് നിങ്ങൾ നല്ലൊരു മനസ്സോടുകൂടി തയ്യാറെടുത്ത് നല്ല ശാന്തമായിട്ടുള്ള എന്താ പറയാ മാനസികാവസ്ഥയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും IAS നിങ്ങൾക്ക് ഉറപ്പായ കാര്യമാണ്. അത്രയ്ക്കും പെർഫെക്റ്റും വാല്യുബിൾ ആണ് ഈ ബുക്ക്. അത്ര നമുക്ക് പറയാനുള്ളൂ. അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇത്രയൊന്നും പറഞ്ഞാൽ തീരില്ല ഈ ബുക്കിനെ കുറിച്ചൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൈമില്ല. പിന്നീട് ഞാൻ ഒരവസരത്തിൽ കുറെ കൂടി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോന്റെയും ക്ലാസ്സിന്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ നല്ലൊരു CSAT എക്സാം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമ്മൾ ഈ വീഡിയോ രാത്രിയല്ല എടുക്കുന്നത്. നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ രാത്രി എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പകൽ സമയത്താണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾക്ക് CSAT എക്സാമിന് ഉപകരിക്കുന്നു കൂടി പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.